നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് വിശ്വസിച്ചത്? അയാളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടപ്പോൾ നല്ല മനുഷ്യനാണെന്ന് തോന്നി. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛനെ അമ്മനെ ഒന്ന് നല്ലപോലെ നോക്കണം, അത്രേ ഉള്ളൂ. സാറേ ഈ എസ്ഐന്റെ റൂം അവിടെ. സാറാ നേരെ പോയാൽ മതി. സാർ ചെറിയൊരു മീറ്റിങ്ങിലാ. ആ സാർ, അയാളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ കാരണം ഞാൻ അയാളെ വിശ്വസിച്ചു. നിങ്ങളെന്നാ പൊട്ടന്മാരാണോ? അവന്മാർ സോഷ്യൽ മീഡിയ ഒന്ന് പാട്ടും ഡാൻസും കളിക്കുമ്പോൾ അവർ ജീവിതത്തിൽ അങ്ങനെയെല്ലാം മനസ്സിലാക്കണം. അല്ല, അവർ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചേ കുറെ ഗെയിമിംഗ് ആപ്പോ അതോ കോണ കെട്ടുകൊണ്ടുള്ള ഡാൻസോ? ഇതാണോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്? ഇപ്പൊ എങ്ങനെയുണ്ട്? കയ്യിലൊരു കുഞ്ഞു നിന്ന് അവൻ മുങ്ങി. അല്ല, ഇനിയിപ്പോ അവനെ പിടിച്ചാലും അവൻ കാശ് കൊടുത്താൽ കേസ് ഒതുക്കും. നമ്മളെ നമുക്ക് ശരിയാക്കാം. ഈ കേസിന്റെ പുറകെ പോയാൽ നിന്റെ ജീവിതം പോകും. അവന് ഇതുപോലെ ആൾക്കാരെ പറ്റി ചെയ്യിക്കും. അപ്പോഴും നീ ഈ കേസിന്റെ പുറകെ നടക്കേണ്ടി വരും. സാർ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ബിസിനസ് കൊടുക്കാൻ താല്പര്യം ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് കാശ് അയച്ചു കൊടുത്തിരുന്നു. അവരൊരു വിവരമില്ല. താനൊക്കെ എന്ത് വിശ്വസിച്ചാണ് അവന് പണം കൊടുത്തത്? ഒരുപാട് പേര് സഹായിക്കുന്ന ഒരു ആൾക്കാരാണെന്ന് എനിക്കറിയായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ അയച്ചു കൊടുത്തത്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലവരല്ല, നല്ലവരുണ്ട്. ഇവിടെ താനൊക്കെ ഏത് നൂറ്റാണ്ടിലാടോ? ഇവന്മാര് പൈസ കൊടുക്കുന്നത് ഉറപ്പ്? ഇവന്മാര് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കുള്ളൂ. എടാ, ഇവന്മാരൊക്കെ കാശിന് വേണ്ടി എന്ത് ചെയ്യും?